ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സിംഗിൾ ഫേസ് ഡുവൽ കൺവേർട്ടർ ഡ്രൈവ് ആണ്. നമുക്ക് ഡുവൽ കൺവേർട്ടർ ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. അതൊന്ന് സിംഗിൾ ഫേസ് ടൈപ്പ് ആണ്, ഒന്ന് 3 ഫേസ് ടൈപ്പ് ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഡുവൽ കൺവേർട്ടർ ആണ്. ഡുവൽ കൺവേർട്ടർ ഒന്നുമില്ല, ജസ്റ്റ് എന്താ ഒരു സർക്യൂട്ട് ഉണ്ടാവും, രണ്ട് കൺവേർട്ടർ ഉണ്ടാവും. മറ്റേ കൺവേർട്ടർ എന്ത് ഫിഗറിൽ കാണാം. ഇവിടെ എന്ത് ചെയ്യുക, ഡ്യുവൽ കൺവേർട്ടർ ആണ് എന്താ രണ്ട് കൺവേർട്ടർ ഉണ്ടാവും, കണക്റ്റഡ് ഇൻ ആൻറ്റി പാരലൽ. അതായത് രണ്ട് കൺവേർട്ടർ ഇവിടെ ഫിഗറിൽ കാണാം. കൺവേർട്ടർ 1ഉം അതേപോലെ കൺവേർട്ടർ 2ഉം അതെന്താ രണ്ടും അങ്ങോട്ടും എന്താ ആൻറ്റി പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇതിൻ്റെ എന്താ ഗേറ്റ് ടെർമിനൽ എന്താണ് മുകളിലേക്ക്, അതായത് അപ്പ് സൈഡ് ആയിട്ടാണ് കാണിച്ചത്. ഇതിൻ്റെ ഗേറ്റ് സിഗ്നൽ എന്താ കാണിച്ചത്, ഗേറ്റ് ടെർമിനൽ എന്തായിട്ടാണ് കാണിച്ചത്, ഡൗൺവേർഡ്സ് ആയിട്ടാണ് കാണിച്ചത്. അതായത് കൺവേർട്ടർ 1നെ ആൻറ്റി പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്തത് കൺവേർട്ടർ 2 കണക്ട് ചെയ്തത്. അത് ഡുവൽ കൺവേർട്ടർ പറഞ്ഞാൽ രണ്ട് കൺവേർട്ടർ ഉണ്ട്. രണ്ട് കൺവേർട്ടർ കണക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻറ്റി പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക കണക്ട് ചെയ്തത്. അതെന്താ ഡുവൽ കൺവേർട്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ പോസിബിൾ ആണ്. ഇതിന് മുമ്പ് നമ്മൾ നോക്കിയതാണ് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആണ്. ഫുൾ കൺവേർട്ടർ നമുക്ക് എന്താ 2 ക്വാഡ്രന്റ് ഓപ്പറേഷൻ മാത്രമാണ് പോസിബിൾ ആയത്. ഇതിൽ സിംഗിൾ ഫേസ് ഡുവൽ കൺവേർട്ടറിൽ നമുക്ക് എന്താണ് 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ പോസിബിൾ ആണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഡുവൽ കൺവേർട്ടർ ഉണ്ട്. ഒന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ സിംഗിൾ ഫേസ് ആണ്, മറ്റേ പറഞ്ഞാൽ 3 ഫേസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സിംഗിൾ ഫേസ് ഡുവൽ കൺവേർട്ടറിനെ പറ്റിയിട്ടാണ്. അതിലിരുന്ന് നമുക്ക് രണ്ട് ടൈപ്പ് കൺവേർട്ടർ ഉണ്ട്. എന്തായിരിക്കും, രണ്ട് കൺവേർട്ടറിൽ കണക്റ്റഡ് എന്തായിരിക്കും ആൻറ്റി പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഫിഗറിൽ കാണാം കൺവേർട്ടർ 1ഉം കൺവേർട്ടർ 2 എങ്ങനെയാണ് കണക്ട് ചെയ്തത്. അതേപോലെ എന്തായിരിക്കും ഇവിടെ എന്താ ഡുവൽ കൺവേർട്ടറിൽ 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ പോസിബിൾ ആണ്. ഇത് ജസ്റ്റ് കൺവേർട്ടർ 1ൻ്റെ വർക്കിംഗ് നോക്കാം. കൺവേർട്ടർ 1ൻ്റെ വർക്കിംഗ് നമ്മൾ സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത സിംഗിൾ ഫേസ് സെമി കൺവേർട്ടറും സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടറിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിനും വർക്ക് ചെയ്യുന്നത്. വ്യത്യാസമില്ല. രണ്ട് സൈക്കിളിൽ നമുക്കറിയാം പോസിറ്റീവ് ആ സൈക്കിളുണ്ട്, നെഗറ്റീവ് ആ സൈക്കിളുണ്ട്. നമുക്കറിയാം യൂസ് ചെയ്യുന്ന ഏതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറാണ്. അതിൻ്റെ കപ്പാസിറ്റി എണ്ണ എത്രയായിരിക്കും 15 kW ആയിരിക്കും. നമുക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആർമേച്ചറിന് സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കണം. അതേപോലെ എന്ത് ചെയ്യണം, ഫീൽഡിന് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് കണക്ട് ചെയ്തത്. ആർമേച്ചറിന് സെപ്പറേറ്റ് സപ്ലൈ AC സപ്ലൈയും അതിലെ ഫീൽഡിന് സെപ്പറേറ്റ് AC സപ്ലൈ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. വർക്കിംഗ് ഒക്കെ എന്താണ് മറ്റേ പോലെ സെയിം ആണ്. മുന്നേ നമ്മൾ നോക്കിയ അതേപോലെ സെയിം ആണ്. നമുക്കറിയാം കൺവേർട്ടർ 1 ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കൺവേർട്ടർ 1ലെ ഫയറിംഗ് ആംഗിൾ പറഞ്ഞാൽ ആൽഫ 1 ആയിരിക്കും. അതിലെ കൺവേർട്ടർ 2ൻ്റെ ഫയറിംഗ് ആംഗിൾ പറഞ്ഞാൽ ആൽഫ 2 ആയിരിക്കും. അപ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ടോട്ടൽ 180 ആയിരിക്കും. അതായത് 90 + 90 എത്രയും 180 ആയിരിക്കും. അതായത് ഫയറിംഗ് ആംഗിൾ 1 പ്ലസ് ഫയറിംഗ് ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ = π ആണ്, അല്ലെങ്കിൽ എന്താണ് 180 ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കൺവേർട്ടർ 1ൻ്റെ വർക്കിംഗ് നോക്കാം. കൺവേർട്ടർ 1 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കിളുണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, അതേപോലെ എന്തുണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ തൈരിസ്റ്റർ T1ഉം അതേപോലെ T2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും മാത്രമേ ചെയ്യൂ. അതിന് ഓൺ ആക്കണം എന്ത് ചെയ്യണം, നമ്മൾ ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിളിൽ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യും, തൈരിസ്റ്റർ T1ഉം T2ഉം കണ്ടക്ട് ചെയ്യും. അങ്ങനെ കണ്ടക്ട് ചെയ്താൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യുന്ന T1 വഴി ലോഡ് വഴി ആർമേച്ചർ വഴി T2 വഴി എന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അതാണ് പോസിറ്റീവ് സൈക്കിളിൽ നടക്കുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ T1ഉം T2ഉം എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് സൈക്കിളിൽ. അതേപോലെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഇത് 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഇവിടെ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോസിറ്റീവ് സൈക്കിൾ എന്തായിരിക്കും, കൺവേർട്ടർ 1ൻ്റെ പോസിറ്റീവ് സൈക്കിൾ എന്തായിരിക്കും, T1ഉം T2 ആണ് കണ്ടക്ട് ചെയ്ത്. അതെന്തായിരിക്കും, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. അതായത് T1ഉം T2ഉം കണ്ടക്ട് ചെയ്ത് എന്താകും, അത് ഫയറിംഗ് ആംഗിൾ കൊടുത്തതാണ് എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷനിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ നമുക്കറിയാം ഏതാണെന്നറിയാം, എന്താണ് ഫോർവേഡ് മോട്ടറിംഗ് മോഡാണ്. അതായത് ഫോർവേഡ് മോട്ടറിംഗ് മോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷനിലാണ് എന്ത് വരിക, T1ഉം T2ഉം വരിക. അതിലെന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, പോസിറ്റീവാണ്. നമുക്കറിയാം ഇവിടെ എന്താണ് സപ്ലൈ വോൾട്ടേജ് എന്താ പോസിറ്റീവ് സൈക്കിളാണ്. അതുപോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലാണ്. അപ്പോൾ എന്തായിരിക്കും, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. അപ്പോൾ എന്താണ്, അത് ഫോർവേഡ് മോട്ടറിംഗ് മോഡിലാണ് വരിക.
അതിലെന്തായിരിക്കും ആൽഫ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും ഫസ്റ്റ് കോർണറിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് കോർണറിൽ T1ഉം T2ഉം വരും. അതിലെന്തായിരിക്കും വോൾട്ടേജും കറണ്ടും പോസിറ്റീവായിരിക്കും. അവിടെ കൊടുക്കുന്ന ഫയറിംഗ് ആംഗിൾ ആൽഫ 1 എന്തായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അത് ഫോർവേഡ് മോട്ടറിംഗ് മോഡായിരിക്കും. ഇനി അതേപോലെ നോക്കേണ്ടത് എന്താണ്, നമുക്ക് നെഗറ്റീവ് ആസ്, അതായത് കൺവേർട്ടർ 1ൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താവും, ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ പോസിറ്റീവ് വരും. ആ ടൈമിൽ എന്ത് ചെയ്യും, നമുക്ക് T4ഉം T3 എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും. T3ഉം T4ഉം കണ്ടക്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ നമുക്ക് T3ഉം T4ഉം ആണ് എന്ത് ചെയ്യുക ഇതിൽ കണ്ടക്ട് ചെയ്യാതെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നത് T3ഉം T4ഉം ആണ്. അപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ T3 കൂടെ ലോഡ് വഴി T4 വഴി എന്ത് ചെയ്യും അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം എന്തായിരിക്കും കറണ്ട് പോസിറ്റീവ് പാത്ത് എന്താണ്, പോസിറ്റീവ് ടു നെഗറ്റീവിലേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ എന്താ കറണ്ട് അവിടെ പോസിറ്റീവാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ അടുത്ത വോൾട്ടേജ് എന്തായിരിക്കും നെഗറ്റീവാണ്. ആ ടൈമിൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് T3ഉം T4ഉം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഫോർവേഡ് മോഡിലാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് ഓൺ ആക്കണം എന്ത് ചെയ്യുക, നമ്മളെ ഫയറിംഗ് ആംഗിൾ ആൽഫ 1 കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ ഈ T3ഉം T4ഉം എന്ത് ചെയ്യും ഓൺ ആവുമല്ലോ. അപ്പോൾ ഈ T3ഉം T4ഉം വരുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻ്റ് എന്തായിരിക്കും, വോൾട്ടേജ് നെഗറ്റീവും കറണ്ട് പോസിറ്റീവായിരിക്കും. അതുപോലെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻ്റിൽ വരുന്നത് വോൾട്ടേജ് നെഗറ്റീവും കറണ്ട് എന്താണ് പോസിറ്റീവാണ്. അതെന്തായിരിക്കും ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡാണ് അതുണ്ടാവുക. അതിവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത് എന്താണ് ഫോർത്ത് ക്വാഡ്രൻ്റിലാണ്. അതിലെന്തായിരിക്കും T3ഉം T4ഉം ആണ് വരുന്നത്. അതിൽ ആൽഫ എന്ന ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. വോൾട്ടേജും നെഗറ്റീവും കറണ്ട് പോസിറ്റീവാണ്. വോൾട്ടേജ് നെഗറ്റീവ് ആകാൻ കാരണം എന്താ, അടുത്ത സൈൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. കറണ്ട് പോസിറ്റീവാണ്, കറണ്ട് പോസിറ്റീവ് നെഗറ്റീവിലാണ് അതിൻ്റെ പാത്ത്. അതെന്തായിരിക്കും ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് കൺവേർട്ടർ 1ൻ്റെ ഓപ്പറേഷൻ. കൺവേർട്ടർ 1 എന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രൻ്റിൽ വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റിലും ഫോർത്ത് ക്വാഡ്രൻ്റിലുമാണ് എന്ത് വരുന്നത് നമ്മളെ കൺവേർട്ടർ 1ൻ്റെ ഓപ്പറേഷൻ വരുന്നത്. അതായത് ഫോർവേഡ് മോട്ടറിംഗ് മോഡും ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന രണ്ട് മോഡിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺവേർട്ടർ 1ൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി കൺവേർട്ടർ 2ൻ്റെ ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൺവേർട്ടർ 2ൻ്റെ വർക്കിംഗ് ആണ്. അതായത് ഈ കൺവേർട്ടറിൻ്റെ വർക്കിംഗ് ആണ് ജസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ എന്താണ് കൺവേർട്ടർ 2ൽ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ 2 ആയിരിക്കും. നേരത്തെ നമ്മൾ ആൽഫ 1 ആണ് എടുത്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫ 2 ആണ് ഫയറിംഗ് ആംഗിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ നേരത്തെ പോലെ ഉണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. പക്ഷേ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വർക്കിംഗ് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ T7ഉം അതേപോലെ T8ഉം കണ്ടക്ട് ചെയ്യും. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലൂടെ എന്ത് ചെയ്യും T7ഉം T8ഉം എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് ഫ്ലോൻ്റെ പാത്ത് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് T8 വഴി ആർമേച്ചറിന് T7 വഴി എന്ത് ചെയ്യും അതിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ നോക്കുന്നത് കൺവേർട്ടർ 2ൻ്റെ വർക്കിംഗ് ആണ്. കൺവേർട്ടർ 2ൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് T7ഉം T8ഉം ആണ് ഫോർവേഡ് ബയാസിൽ. അതെന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസിൽ മാത്രമേ ഇനി ഓണാക്കണം എന്ത് ചെയ്യണം, ആൽഫ 2 എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ T7ഉം T8ഉം ഓണാവും. അതിൻ്റെ കറണ്ടിൻ്റെ പാത്താണ് ഇവിടെ കാണിച്ചത്. അതായത് പോസിറ്റീവ് നേരെ T8 വഴി ആർമേച്ചറിന് നെഗറ്റീവിന് പോസിറ്റീവ് വഴി നേരെ എന്ത് ചെയ്ത് T7 വഴി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് ആണ് അതിൻ്റെ പാത്ത് കണ്ടക്ട് ചെയ്യുന്ന T7ഉം T8ഉം ആണ്. ഇതിൽ കൺവേർട്ടർ 2ൽ ഈ ഇത് വരുന്നത് അറിയിക്കുകയാണെങ്കിൽ ക്വാഡ്രൻറ്റ് 2ലാണ് വരുന്നത്. ഈ ഓപ്പറേഷൻ വരുന്നത് ക്വാഡ്രൻറ്റ് 2ലാണ് ഓപ്പറേഷൻ വരുന്നത്. അതെന്തായിരിക്കും കറണ്ട് നെഗറ്റീവും വോൾട്ടേജ് എന്തായിരിക്കും പോസിറ്റീവാണ്. വോൾട്ടേജ് പോസിറ്റീവ് ആകാൻ കാരണം എന്താണ്, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള
കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വോൾട്ടേജ് പോസിറ്റീവും കറണ്ടിൻ്റെ ഭാഗത്ത് എന്താണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇവിടെ ഫിഗറിൽ കാണാം. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്തത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും കറണ്ട് അവിടെ നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ T7ഉം T8ഉം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. α2 എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും അതിനെ ഓണാക്കും. അപ്പോൾ ഇതിൽ വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷനിലാണ് എന്ത് വരുന്നത് ഈ കൺവെർട്ടർ ടുവിൻ്റെ ഫസ്റ്റ് മോഡ് വരുന്നത്. അത് വരുന്നത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ റിവേഴ്സ് റീജനറേറ്റീവ് മോട്ടറിംഗ് ആണ്. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് റീജനറേറ്റീവ് മോട്ടറിംഗ് ആണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ. അതിലെന്തായിരിക്കും കറണ്ട് നെഗറ്റീവും വോൾട്ടേജ് പോസിറ്റീവായിരിക്കും. α2 എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും <90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കണം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും ഇതിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും നമുക്ക് T6ഉം T5 ആണ് എന്ത് ചെയ്യുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ഫോർവേഡ് ബയസ് ആയുള്ളത്. അത് കണ്ടക്ട് ചെയ്യണം എന്ത് ചെയ്യണം α2 എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ അത് കണ്ടക്ട് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക നമുക്ക് കറണ്ടിൻ്റെ പാത്ത് നോക്കാം. അതായത് T6 വഴി ആർമേച്ചർ വഴി T5 വഴി എന്ത് ചെയ്യും അത് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ കറണ്ടിൻ്റെ പാത്ത് വരുന്നത്. ഇതെന്തായിരിക്കും നമുക്ക് എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട് വോൾട്ടേജ് എന്താണ് ഓൾറെഡി നെഗറ്റീവാണ്. അതുപോലെ കറണ്ടിൻ്റെ ഭാഗത്ത് എന്താണ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും കറണ്ടും നെഗറ്റീവാണ്. എന്ത് ചെയ്യും കറണ്ടും വോൾട്ടേജ് എന്താണ് ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ T5ഉം T6ഉം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ട് ഫോർവേഡ് ബയസ് ആവും. അത് ഓണാക്കണേ എന്ത് ചെയ്യണം നമ്മൾ α2 എന്ന് പറഞ്ഞ ഫയറിംഗ് ആംഗിൾ കൊടുത്ത് വേണം എന്ത് ചെയ്യണം അതിനെ ഓണാക്കാൻ. അപ്പോൾ അത് വരുന്ന ഇതിലേക്കും തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് എന്ത് ചെയ്യുക ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൺവേർട്ടർ ടുവിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത് ഏതാ തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. അതിലെന്തായിരിക്കും T5ഉം T6ഉം കണ്ടക്ട് ചെയ്യും. α2 എന്ന് പറഞ്ഞ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. α2 എന്ന് പറഞ്ഞ ഫയറിംഗ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. നമ്മളെന്താണ് കറണ്ടും പിന്നെ അതേപോലെ വോൾട്ടേജും എന്താണ് രണ്ടും നെഗറ്റീവാണ്. ഇത് റിവേഴ്സ് മോട്ടറിംഗ് മോഡാണ്. തേർഡ് ക്വാഡ്രൻറ്റ് പറഞ്ഞാൽ റിവേഴ്സ് മോട്ടറിംഗ് മോഡാണ്. അപ്പം കൺവേർട്ടർ 2ൽ വരുന്ന ഏതൊക്കെയാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റും അതേപോലെ തേർഡ് ക്വാഡ്രൻറ്റും ആണ്. അതാണ് സെക്കൻഡ് പറഞ്ഞാൽ റിവേഴ്സ് റീജനറേറ്റീവ് മോട്ടറിംഗ് ആണ്. അതുപോലെ തേർഡ് പറഞ്ഞാൽ റിവേഴ്സ് മോട്ടറിംഗ് മോഡാണ്. ഈ രണ്ട് ക്വാഡ്രൻറ്റിൽ എന്താണ് വരിക കൺവേർട്ടർ 2 ആണ് വരിക. അപ്പോൾ അതാണ് ജസ്റ്റ് ഇതിൻ്റെ കൺവേർട്ടറിൻ്റെ വർക്കിംഗ്. ജസ്റ്റ് നമുക്കത് എന്താ നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുന്നത് ഇത് ഈ സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടർ പറഞ്ഞാൽ ഒരു ഫോർ ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അതിലെന്തുണ്ട് കൺവേർട്ടർ 1 ഇതിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റിലും ഫോർത്തിലും എന്ത് ചെയ്യുക കൺവേർട്ടർ 1 ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ കൺവേർട്ടർ 2 ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുക. സെക്കൻഡിലും തേർഡിലും എന്ത് ചെയ്യുക കൺവേർട്ടർ 2 ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ കൺവേർട്ടർ 1 എന്ത് ചെയ്യുന്നത് ഫയറിംഗ് അറ്റ് എന്താ α1 പറഞ്ഞ ഫയറിംഗ് ആംഗിളാണ് കൺവേർട്ടർ 1 കൊടുക്കുന്നത്. അതുപോലെ കൺവേർട്ടർ 2 ഫയർ ചെയ്യാൻ α2 എന്ന് പറഞ്ഞ ഫയറിംഗ് ആംഗിളാണ് കൊടുക്കുന്നത്. ഇനി അതേപോലെ എന്തുണ്ട് കൺവേർട്ടർ 1 ആവറേജ് വാല്യൂ അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയിക്കുകയാണെങ്കിൽ V0ൻ്റെ ഇക്വേഷൻ എന്താണ് α = Vm/π cos α. അതായത് V0 = α Vm/π cos α1. അതായത് കൺവേർട്ടർ 1 ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 പറഞ്ഞാൽ 2 Vm/π cos α1 ആണ്. അതുപോലെ കൺവേർട്ടർ 2ൻ്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അതായത് V0 പറഞ്ഞാൽ 2 Vm/π cos α2 ആണ്. അതാണ് ഈ രണ്ടിൻ്റെ ഇക്വേഷൻ. കൺവേർട്ടർ 1 പറഞ്ഞാൽ V0 = 2 Vm/π cos α1 ഉം കൺവേർട്ടർ 2 ആണെങ്കിൽ V0 = 2 Vm/π cos α2. നമുക്കറിയാം α1 + α2 അതായത് ഫയറിംഗ് ആംഗിൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും = 180 ആണ് അല്ലെങ്കിൽ π ആണ്.
ഇതിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ നോക്കാം. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഫ 1 ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. അത് ആൽഫ 90 ഡിഗ്രിയായിട്ടും കുറവാണ് ഉണ്ടാവുക. അതിലിപ്പോൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റ്സ് ദ മോട്ടർ ഇൻ ഫോർവേഡ് മോട്ടറിങ് മോഡാണ്. അതായത് ക്വാഡ്രൻറ്റ് 1 എന്ത് ചെയ്യും, വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇതിൻ്റെ 4 മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യാം, ഒന്നര കൺവേർട്ടർ 1 വിത്ത് ആൽഫ 1 ലെസ് ദാൻ 90 ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഫോർവേഡ് മോട്ടറിങ് മോഡിലാണ്. കറണ്ടും വോൾട്ടേജും എന്താണ്, പോസിറ്റീവാണ്. അതുപോലെ കൺവേർട്ടർ 1 വിത്ത് ആൽഫ 1 ഗ്രേറ്റർ ദാൻ 90 ആകുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് മോഡ് എന്ത് ചെയ്യും, മോട്ടർ ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലാണ് ഉണ്ടാവുക. അതെന്തായിരിക്കും, ക്വാഡ്രൻറ്റ് 4ലാണ് ഉണ്ടാവുക. അതെന്തായിരിക്കും, വോൾട്ടേജ് നെഗറ്റീവും കറണ്ട് പോസിറ്റീവായിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ മൂന്നാമത്തെ പറഞ്ഞാൽ ക്വാഡ്രൻറ്റ് 2 എന്താണ്, വിത്ത് ആൽഫ 2 എന്തായിരിക്കും, ലെസ് ദാൻ 90 ആണ്. അപ്പോൾ എന്തായിരിക്കും, റിവേഴ്സ് മോട്ടറിങ് മോഡിലുണ്ടാവുക. അതായത് തേർഡ് ക്വാഡ്രൻറ്റിലുണ്ടാവുക. അതെന്തായിരിക്കും, വോൾട്ടേജ് കറണ്ട് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അതേപോലെ നാലാമത്തെ ക്വാഡ്രൻറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, ക്വാഡ്രൻറ്റ് 2 വിത്ത് ആൽഫ 2 ഗ്രേറ്റർ ദാൻ 90 ആണ്. അതിലെന്തായിരിക്കും, മോട്ടർ റിവേഴ്സ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലാണ് ഉണ്ടാവുക. എന്തായിരിക്കും, ക്വാഡ്രൻറ്റ് 2-ലായിരിക്കും ഉണ്ടാവുക, വോൾട്ടേജ് പോസിറ്റീവും കറണ്ട് നെഗറ്റീവായിരിക്കും ഇതിലുണ്ടാവുക. അതാണ് ഇതിൻ്റെ 4 മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്കിവിടെ എന്തുണ്ട്, 2 കൺവേർട്ടർ ഉണ്ട്. കൺവേർട്ടർ 1ഉം അതുപോലെ കൺവേർട്ടർ 2ഉം. അപ്പം കൺവേർട്ടർ 1 എന്തായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക, അതെന്ത് ചെയ്യും, റെക്ടിഫയർ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഇൻപുട്ട് കൊടുക്കുന്ന AC എന്ത് ചെയ്യും, അത് DC ആയിട്ട് ചെയ്യുക. അതായത് അവിടെ റെക്ടിഫിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കൺവേർട്ടർ 1 റെക്ടിഫയർ ആയിട്ടാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അത് ഇൻപുട്ട് കൊടുക്കുന്ന AC DC ആക്കുമ്പോൾ മെത്തേഡ്, അതായത് റെക്ടിഫിക്കേഷൻ പറഞ്ഞ മെത്തേഡാണ് ഇവിടെ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, അവിടെ ഔട്ട്പുട്ടിൽ വന്ന കൺവേർട്ടർ 1ൻ്റെ ഔട്ട്പുട്ടിൽ വന്ന DC എന്ത് ചെയ്യും, അത് പ്രൊവൈഡ് ചെയ്ത് ഇതിലേക്ക് കൺവേർട്ടർ 2ൻ്റെ ഇൻപുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് കൺവേർട്ടർ 1 പറഞ്ഞാൽ നമുക്കറിയാം AC DC ആക്കി റെക്ടിഫിക്കേഷൻ നടന്ന് അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന DC എന്ത് ചെയ്യും, അത് കൺവേർട്ടർ 2ൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അത് ഇൻവേർട്ടറായിട്ട് പെർഫോം, അതായത് DC എന്ത് ചെയ്യും, അത് AC ആക്കിയിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ AC തന്നെ കിട്ടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം 2 കൺവേർട്ടർ ഉണ്ട്, കൺവേർട്ടർ 1ഉം കൺവേർട്ടർ 2ഉം. കൺവേർട്ടർ 1 എന്തായിട്ട് ആക്ട് ചെയ്യുക, റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് AC DC ആക്കും. എന്നിട്ട് ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കൺവേർട്ടർ 2ൻ്റെ ഇൻപുട്ട് കൊടുക്കും. അതെന്ത് ചെയ്യും, DC പിന്നെ എന്ത് ചെയ്യും, AC ആക്കി മാറ്റും. അതായത് കൺവേർട്ടർ 2 ഇൻവേർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, AC തന്നെ കിട്ടും. അതിലെ കൺവേർട്ടർ വർക്കിംഗ് ആസ് റെക്ടിഫയർ നമ്മൾ തരും പോസിറ്റീവ് ഗ്രൂപ്പ് കൺവേർട്ടർ എന്ന് പറയും. കൺവേർട്ടർ വർക്കിംഗ് ആസ് റെക്ടിഫയർ നമ്മൾ തരും പോസിറ്റീവ് ഗ്രൂപ്പ് കൺവേർട്ടർ എന്ന് പറയും. അതുപോലെ കൺവേർട്ടർ വർക്കിംഗ് ആസ് ഇൻവേർട്ടർ നമ്മൾ തരും നെഗറ്റീവ് ഗ്രൂപ്പ് കൺവേർട്ടർ എന്ന് പറയും. കൺവേർട്ടർ റെക്ടിഫയറായി വർക്ക് ചെയ്യുന്നതിന് പോസിറ്റീവ് ഗ്രൂപ്പ് ഇൻവേർട്ടറും, കൺവേർട്ടർ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പ് ഇൻവേർട്ടർ എന്നും പറയും. അതായത് ഇപ്പോൾ നമ്മൾ 2 കൺവേർട്ടറും ഓപ്പറേറ്റ് ചെയ്യണം സെയിം ഇൻസ്റ്റൻറ്റിൽ. അത് ഏതെങ്കിലും അതായത് ഇഫ് 2 കൺവേർട്ടർ എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് ആസ് സം ഇൻസ്റ്റൻറ്റ്, അതായത് അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻറ്റ് ഉണ്ടാവും. അതായത് 2 കൺവേർട്ടറിൻ്റെ ടെർമിനലും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ അവിടെ 2 കൺവേർട്ടർ ഓപ്പറേറ്റ് ചെയ്യുക ഏതെങ്കിലും 2 ഇൻസ്റ്റൻറ്റിൽ, സം ഇൻസ്റ്റൻറ്റിൽ അത് വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻറ്റ് ഉണ്ടാവും അറ്റ് ദ ടെർമിനൽ ഓഫ് 2 കൺവേർട്ടർ. 2 കൺവേർട്ടറിൻ്റെയും ടെർമിനൽ എന്താവും, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു വോൾട്ടേജിൻ്റെ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, ബിറ്റ്വീൻ എന്ത് ചെയ്യും, 2 കൺവേർട്ടറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കൺവേർട്ടറും ഇൻസ്റ്റൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ഇതിൻ്റെ 2 കൺവേർട്ടറിൻ്റെ ടെർമിനൽ എന്ത് ചെയ്യും, അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻറ്റ് ഉണ്ടാവും. ആ ഒരു വോൾട്ടേജ് ഡിഫറൻറ്റ് ഉണ്ടാകുന്ന കാരണം എന്ത് ചെയ്യും, 2 കൺവേർട്ടറിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല, ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അതെന്ത് ചെയ്യില്ല, ലോഡിന് അക്രോസ് ഫ്ലോ ചെയ്യില്ല. ദാറ്റ് വിൽ നോട്ട് ഫ്ലോ ത്രൂ ദ ലോഡ്. ആയി സർക്കുലേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യില്ല,
ഇതിനെ ക്രോസാണ് പ്രൊഡ്യൂസ് ചെയ്ത് രണ്ട് കൺവേർട്ടറിനെ ക്രോസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യില്ല, അത് ലോഡിനെ ക്രോസ് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും, സോ ഇറ്റ് ഈസ് നെസസറി ടു യൂസ് സം മെത്തേഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് സർക്കുലേറ്റിംഗ് കറണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുന്ന സർക്കുലേറ്റിംഗ് കറണ്ടിന് എന്ത് ചെയ്യണം, നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാണ്ട് മെത്തേഡ് ഉണ്ട്. അങ്ങനെ വേണ്ടിയിട്ടാണ് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് ഡുവൽ കൺവേർട്ടറിൽ സർക്കുലേറ്റിംഗ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, രണ്ട് കൺവേർട്ടർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഇൻസ്റ്റൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകും ഇതിൻ്റെ രണ്ട് കൺവേർട്ടറിൻ്റെ ടെർമിനലും. അത് വോൾട്ടേജ് ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, അത് കൺവേർട്ടറിൻ്റെ ഇടയിലൊരു ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ആ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യും, കൺവേർട്ടറിൻ്റെ ഇടയിൽ കൂടെ ഫ്ലോ ചെയ്യും, അത് ലോഡ് കൂടെ ഫ്ലോ ചെയ്യില്ല. പൈ സർക്കുലേറ്റിംഗ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ രണ്ട് മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് മോഡാണ് ആ സർക്കുലേറ്റിംഗ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അവിടെ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ജസ്റ്റിനായി രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ രണ്ട് മോഡ് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്താണ് ഡുവൽ കൺവേർട്ടർ വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡ്. പിന്നെ വരുന്നത് ഡുവൽ കൺവേർട്ടർ വിത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡ്. അതായത് ഒന്ന് വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡും ഒന്ന് വിത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡും. അതിന് നമുക്കുള്ള രണ്ട് മോഡാണ്. ഒന്ന് വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡും ഒന്ന് വിത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡുമാണ് നമുക്കുള്ളത്. രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡുവൽ കൺവേർട്ടറിൽ വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡാണ്. അതായത് നമുക്കറിയാം രണ്ട് മോഡുണ്ട്. അതിൽ വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡാണ് നോക്കാനുള്ളത്. ഈ മോഡിൽ എന്തായിരിക്കും, ഒരു കൺവേർട്ടറാണ് ഒരു സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുക. അത് നമുക്കറിയാം രണ്ട് കൺവേർട്ടർ ഉണ്ട്. രണ്ട് കൺവേർട്ടറിൽ എന്ത് ചെയ്യും, ഒരു കൺവേർട്ടർ എന്ത് ചെയ്യും, അറ്റ് എ ടൈം ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഒരു കൺവേർട്ടർ എന്ത് ചെയ്യും, ഒരു സമയത്ത് ഓപ്പറേറ്റ് ചെയ്യും. അതായത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ. ഇപ്പോൾ ഒരു കൺവേർട്ടർ 1 ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യും, അത് റെക്ടിഫയർ ആയിട്ട് എന്ത് ചെയ്യും, അവിടെ കൺവേർട്ടർ 1 നമുക്കറിയാം റെക്ടിഫയർ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. എന്ത് ചെയ്യും, അത് ലോഡിലേക്ക് സപ്ലൈ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് പൾസ് എന്ത് ചെയ്യും, സെക്കൻഡ് കൺവേർട്ടറിൽ എന്ത് ചെയ്യും, പൾസ് നമ്മൾ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതായത് നമ്മളൊന്നുമില്ല, രണ്ട് കൺവേർട്ടറിൽ എന്ത് ചെയ്യുക, ഒരു കൺവേർട്ടർ എന്ത് ചെയ്യുക, അറ്റ് എ ടൈം ഓപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ടർ 1 ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് റെക്ടിഫയർ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ സപ്ലൈയിൽ ലോഡിലേക്ക് സപ്ലൈയും കൊടുക്കും. അപ്പോൾ അതിൽ മറ്റേ എന്ത് ചെയ്യും, കൺവേർട്ടർ 2 നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പൾസ് കൺവേർട്ടർ 2ലേക്കുള്ള നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആസ് ഇൻവേർട്ടർ ആയിട്ട് കൺവേർട്ടർ. അതേപോലെ ഇപ്പോൾ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഓപ്പറേഷനാണ് വേണ്ടത് വെച്ചാൽ, അതായത് ഇൻവേർട്ടറിൻ്റെ ഓപ്പറേഷനാണ് വേണ്ടത് എന്താ വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ടർ 1 എന്ത് ചെയ്യും, ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യും. അതിലേക്കുള്ള ഫയറിംഗ് പൾസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് ഇൻവേർട്ടറിൻ്റെ മോഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ടർ 1 എന്ത് ചെയ്യും, അതിലേക്ക് കൊടുക്കുന്ന ഫയറിംഗ് പൾസ് എന്ത് ചെയ്യും, നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ലോഡ് കറണ്ട് എന്ത് ചെയ്യും, അത് സീറോയിലേക്ക് വരും. അപ്പോൾ കൺവേർട്ടർ 1ൻ്റെ ഫയറിംഗ് പൾസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിലേക്കുള്ള ലോഡ് കറണ്ട് എന്ത് ചെയ്യും, കൺവേർട്ടർ 1 കൊടുത്ത ലോഡ് കറണ്ട് എന്ത് ചെയ്യും, അത് സീറോയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ടർ 2 മോഡിൽ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുക. അതായത് കൺവേർട്ടർ 2ലേക്ക് എന്ത് ചെയ്യും, ഫയറിംഗ് പൾസ് കൊടുക്കും. അതായത് ഫയറിംഗ് പൾസ് 1ൻ്റെ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും, ലോഡ് കറണ്ട് സീറോയിലേക്ക് വരും. ആ ടൈമിൽ എന്ത് ചെയ്യും, കൺവേർട്ടർ 2ലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഫയറിംഗ് പൾസ് കൊടുക്കും. അതെന്ത് ചെയ്യും, ലോഡ് കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്ങിനെ റിവേഴ്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ലോഡ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. കൺവേർട്ടർ 2 കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ലോഡ് കറണ്ടിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ഫ്ലോയിനെ റിവേഴ്സ് ഡയറക്ഷനിൽ ലോഡ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. പിന്നെ നമ്മൾ ദ പൾസ് ടു കൺവേർട്ടർ 2 ആർ അപ്ലൈഡ് ആഫ്റ്റർ എ ഡിലേ ടൈം. അതായത് 10 മുതൽ 20 മില്ലി സെക്കൻഡിൻ്റെ ഒരു ഡിലേ ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ടർ 2ലേക്കുള്ള പൾസ് കൊടുക്കുക. അതായത് കൺവേർട്ടർ 2 പൾസ് 1 ഓഫ് ആക്കി അപ്പം തന്നെ എന്ത് ചെയ്യില്ല, കൺവേർട്ടർ 2ലേക്കുള്ള പൾസ് കൊടുക്കില്ല. അതായത് 10 മുതൽ 20 മില്ലി സെക്കൻഡിൻ്റെ ഒരു ഡിലേ വെച്ചാണ് എന്ത് ചെയ്യുക, കൺവേർട്ടർ 2ലേക്ക് നമ്മൾ പൾസ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കൺവേർട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. അതായത് രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഇതിൻ്റെ കൺവേർട്ടറിൻ്റെ ഇടയിൽ ഉണ്ടാവുക. അപ്പോൾ ഒറ്റ ടൈം ഒന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതുണ്ടാവും, അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ V0 എന്തായിരിക്കും, 2Vm/π cos α 1 ആണ്. അതേപോലെ മറ്റേതിൻ്റെ എന്തായിരിക്കും, V0 2Vm/π cos α 2 എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ, V0ൻ്റെ ഇക്വേഷൻ. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡാണ്. ഇതിൽ പറഞ്ഞാൽ കൺവേർട്ടർ 1 ഉം 2 കൊണ്ട് അറ്റ് എ ടൈം എന്ത് ചെയ്യും, ഒരു കൺവേർട്ടർ മാത്രമേ ഓൺ ആക്കൂ.
ഫസ്റ്റ് റെക്ടിഫയർ ആണെങ്കിൽ കൺവേർട്ടർ 1 ഓൺ ആക്കും, അതിലേക്കുള്ള പൾസ് കൊടുക്കും. കൺവേർട്ടർ 2ൻ്റെ പൾസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും, ഇനി ഇൻവെർട്ടർ മോഡാണ് ആവശ്യമുള്ളത് വെച്ചാൽ എന്ത് ചെയ്യും, കൺവേർട്ടർ 1ലേക്കുള്ള പൾസ് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോഡ് കറണ്ട് 0 ആയാൽ എന്ത് ചെയ്യും, കൺവേർട്ടർ 2ലേക്കുള്ള പൾസ് കൊടുക്കും, അതിനെ വർക്ക് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, കൺവേർട്ടർ 1 ഓഫാക്കി 10-20 മില്ലി സെക്കൻഡ് ടൈമിന് ശേഷം എന്ത് ചെയ്യും, കൺവേർട്ടർ 2ലേക്ക് പൾസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എറ്റ് എ ടൈം ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്കവിടെ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഇതുണ്ടാവില്ല, സർക്യൂട്ടിൽ ഉണ്ടാവില്ല, അത് ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ നമ്മൾ 2 മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത് അടുത്ത ഏതാണ്, സർക്കുലേറ്റിംഗ് കറണ്ട് മോഡാണ്. ഇതിലെന്തായിരിക്കും, ബോത്ത് കൺവേർട്ടർ ഓപ്പറേറ്റ് സെയിം ഇൻസ്റ്റൻറ്റ്, അതായത് 2 കൺവേർട്ടർ എന്ത് ചെയ്യും, ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും, 2 കൺവേർട്ടർ എന്ത് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്തായിരിക്കും 180 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫോർ ദിസ് ഫയറിംഗ് ആംഗിൾ കൺവേർട്ടർ 1 എന്തായിരിക്കും റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും, കൺവേർട്ടർ 2 എന്തായിരിക്കും ഇൻവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് കൺവേർട്ടർ 1 ഇൻവേർട്ടറും അല്ല റെക്ടിഫയറും, കൺവേർട്ടർ 2 റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. അതിന് നമ്മൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കൺവേർട്ടർ 1ലേക്ക് അതെന്ത് ചെയ്യും, റെക്ടിഫൈ ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് AC-നെ DC ആകാതെ കൺവേർട്ടർ 1ൽ നമ്മൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, AC-നെ DC ആക്കിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, അത് DC വരും. ആ DC ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ടർ 2ൻ്റെ ഇൻപുട്ടായി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ഇൻവേർട്ടർ ആയിരിക്കും. കൺവേർട്ടർ 2 എന്താണ്, ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് DC ഇൻപുട്ടിനെ എന്ത് ചെയ്യും, റെക്ടിഫിക്കേഷൻ നടത്തിയിട്ട് DC-നെ എന്ത് ചെയ്യും, അല്ല റെക്ടിഫിക്കേഷൻ അല്ല, ഇൻവേർട്ടർ എന്ത് ചെയ്യും, DC-നെ AC ആക്കി മാറ്റും. DC-നെ എന്ത് ചെയ്യും, അത് AC ആക്കി മാറ്റും. അപ്പോൾ കൺവേർട്ടർ 2ൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, നമുക്ക് AC വോൾട്ടേജ് തന്നെ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ബോത്ത് അതായത് 2 കൺവേർട്ടറും സെയിം ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, ഒരു ചെറിയ എമൗണ്ട് ഓഫ് സർക്കുലേറ്റിംഗ് കറണ്ട് സർക്കുലേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, ഈ സർക്കുലേറ്റിംഗ് കറണ്ടിനെ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ടിൽ റിയാക്ടർ യൂസ് ചെയ്യും. അതായത് വേറെ 2 മോഡാണുള്ളത്. 2 മോഡിൽ ഒരു മോഡ് പറഞ്ഞാൽ വിത്തൗട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡും, ഒന്ന് വിത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡും. വിത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡ് എന്താണ്, നമ്മൾ 2 കൺവേർട്ടർ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്. മോഡ് കൺവേർട്ടർ 1 കൺവേർട്ടർ 2 എന്ത് ചെയ്യുക, ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്. അതെന്ത് ചെയ്യാണ്, കൺവേർട്ടർ 1 നമ്മൾ റെക്ടിഫയർ ആണ് നടക്കുന്നത്. അതെന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കുന്ന AC-നെ DC ആക്കി മാറ്റും. അത് കൺവേർട്ടർ 1ൻ്റെ ഔട്ട്പുട്ടായ DC എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ടർ 2ൻ്റെ ഇൻപുട്ടായത് കൊടുക്കും. അപ്പോൾ കൺവേർട്ടർ 2 ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതെന്ത് ചെയ്യും, DC-നെ എന്ത് ചെയ്യും, പിന്നെ അത് ഇൻവെർട്ടർ AC ആക്കി മാറ്റും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമുക്ക് AC തന്നെ കിട്ടും. അത് 2 ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ചെറിയൊരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ടിലൊരു റിയാക്ടർ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളെ ഡുവൽ കൺവേർട്ടറിൽ വരുന്ന 2 മോഡിൻ്റെ വർക്കിംഗ്. ഓക്കെ, പിന്നെ വരുന്നത് ഡുവൽ കൺവേർട്ടറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടറാണ്. അതായത് 3 ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന് ഡയറക്ഷൻ ആൻഡ് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ. DC മോട്ടറിൻ്റെ ഡയറക്ഷനും സ്പീഡ് കൺട്രോളിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, അപ്ലിക്കബിൾ വേറെവർ റിവേഴ്സിബിൾ DC ഈസ് റിക്വയർഡ്. അതായത് എവിടെയൊക്കെയാണ് DC റിവേഴ്സിബിൾ ആയിട്ട് ആവശ്യമുള്ളത് വെച്ചാൽ അവിടെയൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയൽ വേരിയബിൾ സ്പീഡ് DC ഡ്രൈവ് അവിടെ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്യുവൽ കൺവേർട്ടറിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഡയറക്ഷനും സ്പീഡ് കൺട്രോളും ആവശ്യമുള്ള DC മോട്ടറിൽ, പിന്നെ റിവേഴ്സിബിൾ DC ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ, പിന്നെന്താണ് ഇൻഡസ്ട്രിയൽ വേരിയബിൾ സ്പീഡ് DC ഡ്രൈവുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ ഡ്യുവൽ കൺവേർട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്.